ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് വിഴിഞ്ഞം ഇൻട്രാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ 4 STS ക്രെയിന് തല ഉയർത്തി നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡ്രഡ്ജിങ് നടക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിൻ്റെ നേരെ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡമ്മിങ് പോർഷനാണ് നമുക്ക് പോകേണ്ടത്. ഇതാ നമ്മുടെ മുന്നിലായിട്ട് ഒരു പൊസിഷൻ ബാർജ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് എൻഡ് ഓൺ ഡമ്പിങ്ങിനായി ലോറികളിലായിട്ട് സ്റ്റോൺ കൊണ്ടുവന്ന് എൻഡ് ഓൺ ഡമ്പിങ് നടക്കുവാണ്. അത് നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് മാത്രമല്ല, ധാരാളം ലോറികളായിട്ട് എൻഡ് ഓൺ ഡമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതവർ ലോറി ഡംപ് ചെയ്യുവാണ്. എക്സ്കവേറ്ററുടെ സഹായത്തോടെയാണ് ഈ ലോറികൾ അവിടെ നിന്ന് ഡംപ് ചെയ്യുന്നത്. ഉണ്ടോ, അത് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ആ ലോറി ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ക്യൂ ആണ്, ധാരാളം ലോറികളുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇഞ്ചിൻലെസ് ബാർജിൽ തരം തിരിച്ചുള്ള സ്റ്റോണുകൾ കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതും എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വയ്ക്കുവാണ്. ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളാണ് ഈ തരം തിരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് നമ്മൾ ഈ കാണുന്ന ഒരു പച്ച ക്രെയിനാണ്. നമ്മുടെ ആക്രോപോഡ് ഫില്ല് ചെയ്യാനാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുന്നത്. അതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഏതാണ്ട് ഇത്രത്തോളം ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതായത് ഒരു വശം ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഓരോ വശവും ഫില്ല് ചെയ്ത് വരികയാണ്. ഇങ്ങനെയാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. ഇനി ആക്രോപോഡ് ഫില്ല് ചെയ്യാൻ ഒരു വശം ഫില്ല് ചെയ്യേണ്ടത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സൂം ഔട്ട് ചെയ്താൽ കാണാൻ സാധിക്കണ്ടോ, ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഒരു വശം ഫുള്ളായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആക്രോപോഡ് കൊണ്ടുവന്ന ലോറിയും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കണ്ടോ. ഈ 2 ആക്രോപോഡ് വെച്ചിട്ടാണ് ഓരോ പ്രാവശ്യവും വിഴിഞ്ഞത്ത് തന്നെയാണ് കൂട്ടിയിട്ടുള്ളത്. അവിടെ നിന്നാണ് ആക്രോപോഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ധാരാളം എക്സ്കവേറ്റർ ഉണ്ട്. ഇവിടെയും ഒരു ഇഞ്ചിൻലെസ് ബാർജ് വരേണ്ടതാണ്, പക്ഷേ അത് സ്റ്റോൺ ഫില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ നമുക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുവരുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നൊരു പൊസിഷനിൽ നമുക്കെത്താം. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാം നമ്മുടെ ഡ്രഡ്ജിങ്ങിൻ്റെ ഓസാണ് ഇട്ടിട്ടുള്ളതുണ്ടോ. ധാരാളം ഓസ് ഉണ്ട്. ഇവിടെ ഡ്രഡ്ജർ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, നമ്മുടെ ഡ്രഡ്ജർ ഇവിടെ ഉണ്ട്. ഡ്രഡ്ജർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഡ്രഡ്ജറിൻ്റെ ഓസിൻ്റെ ഔട്ട്പുട്ടും ഇവിടെയുണ്ട്. ധാരാളമായിട്ട് മണലും വാട്ടറും കൂടി നമ്മുടെ ഡ്രഡ്ജിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ യാർഡിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാരക്കേഡ് പോലെ നിർമ്മിക്കുന്നത്. ബ്രേക്ക് വാട്ടർ പോലെ തന്നെയാണ്. അതിൻ്റെ പണികൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് വലിയ സ്റ്റോണുകളാണ് ഇവിടെ ഇടുന്നത്. പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ആ പണികളാണ് അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ആ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോർഷനാണെങ്കിൽ ബെർത്തുമായിട്ട് ചേരുന്ന പോർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ബെർത്തുമായിട്ട് ചേരുന്ന പോർഷനാണിത്. ഇവിടെയാണ് ആ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളവും മണലെല്ലാം വലിയ ഫോഴ്സിലാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ബെർത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ. ഇനി അവിടെ ഒരു ബെർത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബും കോൺക്രീറ്റ് നടക്കുന്നതിന് വേണ്ടിയാണ് വലിയ ക്രെയിനുകൾ അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്ത മണൽ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ബെർത്തും യാർഡിൻ്റെയും ചേരുന്ന ഭാഗത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് സൂം ഔട്ട് ചെയ്താൽ കാണാൻ സാധിക്കും. കണ്ടോ, യാർഡും ചേരുന്ന ഭാഗത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ധാരാളമായിട്ട് നാച്ചുറൽ സാൻഡ് ഉണ്ട്. അത് ബെർത്ത് എക്സ്റ്റൻഷന് വേണ്ടി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതേ പണികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ബെർത്ത് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് കൂടിക്കിടന്ന ആ നാച്ചുറൽ സാൻഡ് എല്ലാം ഇങ്ങനെ ലെവൽ ചെയ്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഡേ നൈറ്റാണ് ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ ആ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നമ്മൾ ഓരോ ആഴ്ചയിലും 2-3 അപ്ഡേഷൻ ഇടുമ്പോഴത്തേക്കും ആ അപ്ഡേഷനുള്ള വേരിയേഷൻ വ്യക്തമായിട്ട് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളമായി അന്ന് ഇവിടെ കൂട്ടിയിട്ടിരുന്ന ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് എല്ലാം ലെവൽ ചെയ്തിരിക്കുന്നു. കേട്ടോ, ഫുള്ള് ലെവൽ ചെയ്യുന്നു. അവിടെ ആയിട്ട് കൂട്ടിയിരുന്നല്ല ലെവൽ ചെയ്തിരിക്കുന്നു. അതായത് യാർഡിൻ്റെ പണികൾ വളരെ വേഗം നടക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്കിവിടെ കുറേ നാച്ചുറൽ സ്റ്റോൺ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് യാർഡിൻ്റെ ആവശ്യത്തിനാണ്. കുറച്ച് വലിയ സ്റ്റോണുകളാണ് തരംതിരിച്ച് ഇവിടെ ഇട്ടിട്ടുള്ളത്. നമുക്കിവിടെ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ വലിയ സ്റ്റോണുകളാണ്
ഇവിടെ ഇട്ടിട്ടുള്ളത് ഈ യാർഡിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയാണ്. വളരെ കുറച്ച് പണികളെ യാർഡിന് ഇനിയുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കി എല്ലാ പണികളും വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ എന്നാൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ പോർഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം ഇതാ എക്സ്കവേറ്ററും ലോറികളും ധാരാളമായി ഇവിടെ ഉണ്ടല്ലോ. ധാരാളം നാച്ചുറൽ സ്റ്റോണ് ഇവിടെ എല്ലാം വലിയ സ്റ്റോണുകളാണ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുമാത്രമല്ല വളരെ ദൂരെയായിട്ട് നമുക്ക് കാൻഡിൽവെയർ റെയിൻ 100 ഗ്രാൻഡി ഗ്രൈന് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് യാർഡിനകത്തുള്ള യാർഡ് എക്സ്റ്റൻഷൻ പാർട്ട് മാത്രമുള്ള പണികളാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ദൂരെയുള്ളത് നമുക്ക് അധികം കാണാൻ സാധിക്കില്ല. നമുക്ക് 2-3 വിഷ്വലിലേക്ക് പോയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന യാർഡിൻ്റെ കുറച്ചുകൂടി അടുത്തുള്ളൊരു പോർഷനിലേക്ക് പോകാം. അവിടെ നിന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പോർട്ടിനകത്തുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ. ഇത് പോർട്ടിനകത്തുള്ള റോഡാണ്. നമുക്കിനി കുറച്ച് അടുത്തുള്ള വ്യൂവിലേക്ക് പോകാം. അവിടെ നിന്നാൽ കുറച്ചുകൂടി വ്യക്തമാകും. നമുക്ക് യാർഡിൻ്റെ പോർഷൻ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന വിഷ്വലാണുള്ളത്. നമുക്ക് ആ ട്രെഡ്ജ് ചെയ്ത മണലും വെള്ളവും വരുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വലിയ ഫോഴ്സാണ് ഇതിനുള്ളത്. അവിടെ തൊട്ട് മേളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബാരിക്കേഡ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ മേളിൽ എക്സ്കവേറ്റർ നീങ്ങുന്നു കാണാൻ സാധിക്കും കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള പണികളാണ് ഇവിടെ നടക്കുന്നത്. വളരെ വേഗമാണ് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന തന്നെ ഈ പിന്നെ ട്രെഡ്ജ് ചെയ്ത മണൽ ലെവൽ ചെയ്യുവാണ് യാർഡിന് വേണ്ടിയുള്ളത് ഉണ്ടോ. ആ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മളെ നാച്ചുറൽ വലിയ സ്റ്റോണുകളെല്ലാം ലെവൽ ചെയ്യുവാണ്. ഇത് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ്. വളരെ കുറച്ച് ഭാഗമാണ് നമുക്ക് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി വരുന്നത് ഉണ്ടോ. ലോറികളിലെ സ്റ്റോണുമായിട്ട് ധാരാളം വരുന്നുണ്ട് നമുക്ക്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നേരത്തെ കണ്ട വ്യൂ എന്നല്ല, കുറച്ചുകൂടി അടുത്തുള്ള വ്യൂ എന്നാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ബെർത്തും യാർഡും ചേരുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഈ പറയുന്ന ക്രെയിൻ ഉള്ളത്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു 540-550 മീറ്ററോളം നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നു. അവിടെ ബാക്കിയുള്ള പണികളാണ് ഇവിടെ ഈ ഹെവി ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബുകളും അതിൻ്റെ തൊട്ടടുത്തായിട്ട് കോൺക്രീറ്റ് നടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹെവി ക്രെയിൻസ് ഉപയോഗിക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഉണ്ടോ. ഈ പണികളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ പണികളും വളരെ ഫാസ്റ്റായിട്ടാണ് നീങ്ങുന്നത് ഉണ്ടോ. കുറച്ചുകൂടെ അടുത്തുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ കാണുന്ന ചെറിയ ബോട്ടുകളാവട്ടെ, അവിടെ നിലവിൽ ഈ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആ ചെറിയ ബോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പോർട്ടിനകത്ത് ഉണ്ട്. ഇതാണ് യാർഡ് എക്സ്റ്റൻഷൻ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ STS ക്രെയിൻ ഞാൻ പറഞ്ഞില്ലേ, എവിടെ നോക്കിയാലും STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. STS ക്രെയിൻ്റെ താഴെയൊക്കെ ഭാഗങ്ങളെല്ലാം പൂർണ്ണ തോതിൽ പണി പൂർത്തിയായിരിക്കുന്നു ഉണ്ടോ. അവിടെ എല്ലാം ഫിനിഷിംഗ് വർക്കിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഫിനിഷിംഗ് വർക്കിലേക്കാണ് പണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. STS2, STS3, STS4, STS1 ഇതെല്ലാം 4 STS ക്രെയിൻ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇതാണ് യാർഡും ബെർത്തും ചേരുന്ന ഭാഗങ്ങൾ ഉണ്ടോ. ഈ പോർഷൻ അതെല്ലാം ഇവിടെ എല്ലാം ലെവൽ ചെയ്തിരിക്കുന്നു ഉണ്ടോ. നല്ലതുപോലെ ലെവൽ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കാൻഡിലിവർ റെയിൻ ഗ്രാൻഡി ക്രെയിനാണ്. അതിൻ്റെ പണികളും അതിൻ്റെ വർക്കുകളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് നേരത്തെ ഈ പറയുന്ന എഫിഷ്യൻസി ടെസ്റ്റും ലോഡ് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ പണികളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഉണ്ടോ. ഇവിടെ നമുക്ക് ധാരാളം ലോറികൾ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോണുമായി വന്നു പോകുന്ന ലോറികൾ കാണാൻ സാധിക്കും. നമ്മളെ നാച്ചുറൽ സ്റ്റോണിൻ്റെ മലയെന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കല്ലിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് മാറ്റി വലുതും ചെറുതുമായിട്ടുള്ള കല്ലുകളെല്ലാം തരംതിരിച്ച് മാറ്റിയിരിക്കുന്നതാണ് ഉണ്ടോ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ പോർട്ടിന് ആവശ്യമായിട്ടുള്ള മെറ്റലും ഈ പറയുന്ന ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ പൗഡറൊക്കെ ആവശ്യമായി വരുന്നു. അതിനാവശ്യമായിട്ടുള്ള ക്രഷറും ചെറിയൊരു മിനി ക്രഷറും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാക്കിയുള്ള പണികളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നേറുന്നത്. എല്ലാ പണികളും വളരെ ഫാസ്റ്റാണ്. ഒരിടത്തും ഒരു ലാഗുമില്ല. ഇനി നമുക്ക് 2-3 വീഡിയോ പോയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ പോർഷൻ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ ഇങ്ങനെ വീഡിയോ ഓടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടും കൂടി മനസ്സിലാക്കാൻ സാധിക്കും.
എല്ലാ പണികളും കണ്ട ഫിനിഷിംഗ് വർക്കിലേക്കാണ് എല്ലാ പണികളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർക്കുകളും ഫിനിഷിംഗ് വർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്തും ഒരു ലാഗ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ. ഫ്രണ്ട്സ്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വിഷ്വൽ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം നമ്മൾ ഈ കണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ കണ്ട വീഡിയോ പോലെ ട്രെജർ മെഷീൻ ഉപയോഗിച്ച് ട്രെഡ്ജ് ചെയ്ത മണലും വെള്ളവും വന്ന് അവിടെ ഔട്ട്പുട്ടായിട്ട് വന്ന് ആ മണൽ ഉപയോഗിച്ച് യാർഡ് എക്സ്റ്റൻഷൻ നടക്കുന്നതിൻ്റെ പോർട്ടിനകത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. പോർട്ടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട്. ഇത് പോർട്ടിനകത്തു നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ക്രെയിൻ ആണെങ്കിൽ കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E03 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല E04 നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണുന്ന പൊസിഷനിലാണുള്ളത്. ഇത് ബെർത്തും യാർഡും കൂടി ചേർന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെയാകട്ടെ വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഈ പറയുന്ന ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്ന വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? അതുമാത്രമല്ല ബാക്കിയുള്ള ഈ പറഞ്ഞ പോർട്ടിനകത്തുള്ള ആ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ കൂമ്പാരങ്ങൾ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് പോർട്ടിനകത്ത് നിന്ന് നോക്കുമ്പോഴാണ് ആ ലെവലിംഗ് മനസ്സിലാവുന്നത്. നമുക്ക് പുറത്തു നിന്ന് വലിയ ലെവലിംഗ് മനസ്സിലാവില്ല. ഉണ്ടോ? ഇത്രത്തോളം മണ്ണ് ഇവിടെ കൂടിക്കണം. ഇത് ലെവൽ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം തന്നെ നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ വളരെ വേഗം നടക്കും. അതുമാത്രമല്ല ധാരാളം ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്തുള്ള മണലും വെള്ളവും അവിടെ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലൈവാണ്. 24 hours വർക്ക് നടക്കുകയാണ്. ധാരാളം മണൽ കൂമ്പാരങ്ങൾ കാണാൻ സാധിക്കും. അതെല്ലാം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യാർഡിൻ്റെ വർക്കുകളെല്ലാം അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്നതെല്ലാം ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് നമുക്ക് ഈ സൂം ഔട്ട് ചെയ്താൽ കുറച്ച് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ നാച്ചുറൽ സ്റ്റോൺ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മൾ ഈ കാണുന്ന പോലെ E03 ഇതാ ക്രെയിൻ നമ്മുടെ ഈ പറയുന്ന എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. E03 ആണ് നമുക്ക് ലോ ടെസ്റ്റാണ് നടക്കുന്നത് കേട്ടോ. അത് നമുക്ക് പലയിടത്തായാലും പല ക്രെയിനിനെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ സ്റ്റോൺ ധാരാളമായി ഇവിടെ കൂട്ടിയിട്ടുണ്ട്, തരംതിരിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഈ പറയുന്ന ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഉണ്ടോ, ഈ സൈഡിൽ ധാരാളം സ്ലാബ് ഉണ്ടായിരുന്നു ഈ സൈഡിൽ. ആ സ്ലാബ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ സ്ലാബെല്ലാം ബെർത്തിൻ്റെ കോൺക്രീറ്റിന് ആവശ്യമായി പോയിട്ടുണ്ട് എന്നതിനർത്ഥം. ഇവിടെ കുറച്ച് സ്ലാബുണ്ട്. അത് മാത്രമല്ല ബാക്കിയുള്ള സ്ലാബ്സ് എല്ലാം നമുക്ക് ഇവിടെ ലോറികളായിട്ട് നിർത്തിയിട്ടുണ്ടോ. ധാരാളം സ്ലാബുകളാണ് ഇവിടെ ലോറികളായിട്ട് അടുക്കി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നേരെ ബെർത്തിൻ്റെ വശത്തേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ആ വശത്തോട് വീഡിയോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഉണ്ടോ, ഇതും ബെർത്തും യാർഡും ചേർന്ന ഭാഗമാണ് നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടെല്ലാം ബെർത്തും യാർഡും ചേർന്ന ഭാഗമാണ്. അവിടെ എല്ലാം വർക്ക് നടക്കുവാണ്. ധാരാളമായി വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ സൂം ഔട്ട് ചെയ്തിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ ക്രെയിനുകളല്ല, അതായത് കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡ് C01 ഒക്കെ ബാക്കിലാണ് നിർത്തിയിട്ടുള്ളത്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല വർക്കെല്ലാം ഫിനിഷിങ്ങിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആവട്ടെ E01 അടുത്ത് ഈ കണ്ടെയ്നേഴ്സ് ഓരോ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 1 2 3 4 5 ഉണ്ടോ, 5 റോയിലായിട്ട് അടുക്കി കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ആണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ഹൈറ്റിലായിരിക്കും കണ്ടെയ്നേഴ്സ് ഇവിടെ കയറുന്നത്, ഇതിലും ഹൈറ്റിലായിരിക്കും കയറുന്നത് ഉണ്ടോ. അതിൻ്റെ ടെസ്റ്റെല്ലാം നടക്കുന്നു. തൊട്ട് താഴെ കുറച്ച് പ്രൈമോസ് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ലോറികളിലായിട്ട് സ്റ്റോണുമായിട്ട് വരുന്നു നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അകത്തെല്ലാം പണികളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഫിനിഷിങ് പ്രോസസ്സാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ കണ്ടോ, ഇവിടെ നമ്മൾ യാർഡിനകത്ത് ഒരിക്കൽ കയറി വീഡിയോ എടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മളിതിനകത്തെല്ലാം കണ്ടതാണ് ഉണ്ടോ. യാർഡിൻ്റെ ഭാഗമെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാ പണികളും അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ആകെ പണികളൊന്നുമില്ല. പിന്നെ റെയിലിൻ്റെ കുറച്ച് വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കുന്നു ഉണ്ടോ. അതുമാത്രമല്ല നമുക്ക് മുന്നിലായിട്ട് വളരെ ദൂരെയായിട്ട് ഡക്ക് ബോട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണുന്ന വിഷ്വല്. ഇനി നമുക്ക് അടുത്തൊരു പൊസിഷനിലേക്ക് പോയാൽ അടുത്ത വേറെ വർക്കിലേക്ക് പോവാം. നമ്മൾ ഈ കാണുന്നത് PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ്. ഈ PO ബിൽഡിങ്ങിൻ്റെ മുകളിലൊന്ന് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അതുമാത്രമല്ല നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഒരു ഇന്നോവ കാറും തോന്നുന്നു അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ ടെക് ബോട്ടുമുണ്ട്. യാർഡിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒരിടത്തും ഒരു വർക്കുമില്ല. ഫിനിഷിങ്ങിലോട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ തൊട്ട് താഴെ കൂടി സ്റ്റോണുമായിട്ട് ലോറികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്, സദാസമയം പോകുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിക്കോട്ടെ ഇവിടെ ധാരാളം സ്ലാബുകളുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടവർക്കറിയാം ധാരാളം സ്ലാബുകളുണ്ട്. ആ സ്ലാബ് എല്ലാം പോയിട്ടുണ്ട്. അതായത്
ബെർത്തിൻ്റെ വർക്കുകളെല്ലാം ബെർത്തിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വർക്കെല്ലാം ധാരാളമായി നടന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാത്രം നമ്മൾ കുറച്ചുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PO ബിൽഡിങ്ങിൻ്റെ മുന്നായി ആക്രോപോഡുമായിട്ട് ലോറികൾ ഇതാ പോകുന്നത് കാണാം. ഈ 2 എണ്ണം വെച്ചിട്ടാണ് ആക്രോപോഡുമായിട്ട് പോകുന്നത്. ഇത് വിഴിഞ്ഞ ഭാഗത്താണ് ആക്രോപോഡ് ധാരാളമായുള്ളത്, അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല ഞാൻ നിൽക്കുന്നതിന് തൊട്ട് താഴെയും ആക്രോപോഡ് ഉണ്ടോ, ഇവിടെയും ആക്രോപോഡ് ധാരാളം നിരത്തിയിരിക്കുന്നുണ്ടോ. ഇത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നാച്ചർ സ്റ്റോൺ ധാരാളം അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒക്കെ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ബെർത്തും യാർഡും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് യാർഡിൻ്റെ എക്സ്റ്റൻഷൻ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺക്രീറ്റിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അവസാനഘട്ട വർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ SGS ക്രെയിനും യാർഡ് ക്രെയിനും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. E01, D01, C01 നമുക്ക് 3 തരത്തിലുള്ള ക്രെയിനുകൾ കാണാൻ സാധിക്കും. 3 റോയുമുണ്ട്. നമ്മൾ ഈ പറയുന്ന യാർഡ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ചില യാർഡ് 3 ആയിട്ടായിരിക്കും, ചിലപ്പോൾ 4 ആയിട്ടായിരിക്കും. ഇതിൽ 3 പോർഷനാണ്. അതിലെനിക്ക് തോന്നുന്നു E0യും C0യും D0യുമാണ് 1 സീരീസിലുള്ളതെല്ലാം ഫ്രണ്ടിലും, ബാക്കിയെല്ലാം ഓർഡർ അനുസരിച്ചായിരിക്കും ഈ ക്രെയിനുകൾ ലെവൽ ചെയ്തുകൊണ്ട് വരുന്നത്. ധാരാളം പ്രൈം മൂവേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ നമ്മളിത് വളരെ ദൂരെ നിന്ന് കണ്ടതുപോലെ കണ്ടെയ്നർ അടുക്കി വെച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടോ ലോഡ് ടെസ്റ്റ് ഭാഗമായിട്ടോ ആണ് E01ൻ്റെ അടുത്താണ് അടുക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് നമ്മളെ പോർട്ടിനകത്ത് അവസാന ഘട്ട പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, ഇനി നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്തുള്ള കാഴ്ചകളും ഈ പറയുന്ന എൻഡ് ഓൺ ഡംപിങ് സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എൻഡ് ഓൺ ഡംപിങ്ങിന് മാറ്റി ഈ പറയുന്ന സ്റ്റോണുകൾ പോകുന്നത് എങ്ങനെയാണെന്ന് കാണുന്ന ഒരു വിഷ്വലിലേക്ക് പോകാം. നമ്മളീ നിൽക്കുന്ന PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് കാണുന്നത്. ഇവിടെ ധാരാളമായ നാച്ചർ സ്റ്റോണുകൾ തരംതിരിച്ചിട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ലോറികളിലും നാച്ചർ സ്റ്റോൺ കൊണ്ടുപോകുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ നേരെ പോകുന്നത്, അതായത് 2 രീതിയിലാണ് ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം നടക്കുന്നത്. ഒന്നാകട്ടെ നേരിട്ട് ലോറികളിലായിട്ടും കല്ലുകൊണ്ട് പോകുന്നത്, 2 സ്പ്ലിറ്റ് ബാർജിലും ഈ പറയുന്ന ഇഞ്ചിലെസ് ബാർജിലും സ്റ്റോണ് എൻഡ് ഓൺ ഡംപിങ്ങിന് ആവശ്യമായിട്ട് കൊണ്ടുപോകുന്നു. ഈ പറയുന്ന വലിയ സ്റ്റോണുകളാവട്ടെ എനിക്ക് തോന്നുന്നു ആക്രോപോഡ് നിരത്തുന്നതിന് മുന്നോടിയായിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വെക്കാനാണ് തരംതിരിച്ച്. ഇതാ നമ്മൾ ഈ കാണുന്ന ബാർജിൽ നമുക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ബാർജിൽ സ്റ്റോൺ നിറഞ്ഞിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇഞ്ചിൻലെസ് ബാർജും ഉണ്ട്, സ്പ്ലിറ്റ് ബാർജും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ പറഞ്ഞ എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോൺ എടുത്ത് വയ്ക്കുന്നത് ഇഞ്ചിൻലെസ് ബാർജിലാണ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം. തൊട്ടപ്പുറത്ത് സ്പ്ലിറ്റ് ബാർജിലേക്ക് ലോറികളിലായിട്ട് സ്റ്റോൺ കൊണ്ട് ഡംപ് ചെയ്യുന്നതും നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. കേട്ടോ, ഇതാ ഡംപ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ എൻഡ് ഓൺ ഡംപിങ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോൺ കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ധാരാളം സ്റ്റോണുകൾ കൊണ്ടുപോകുന്നത്. സ്പ്ലിറ്റ് ബാർജിൽ ഇവിടെ നിന്നാണ് കയറ്റുന്നത്. വളരെ ഈസി ആയിട്ടാണ് വലിയ സ്റ്റോണുകളെല്ലാം പിക്ക് ചെയ്ത് ഇഞ്ചിൻലെസ് ബാർജിൽ നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, സ്പ്ലിറ്റ് ബാർജിലും ഇതേപോലെ തന്നെ സ്റ്റോൺ നിറയ്ക്കുന്നുണ്ട്. കേട്ടോ, ധാരാളം സ്റ്റോണുകൾ നിറയ്ക്കുന്നുണ്ട്. അതും നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാവുന്ന പൊസിഷനിലാണ് നമ്മളുള്ളത്. ഈ ഇഞ്ചിൻലെസ് ബാർജ് അനങ്ങാതിരിക്കാൻ വേണ്ടി 2-3 ബോട്ടുകൾ സപ്പോർട്ടിനായിട്ട് നിൽപ്പുണ്ട്. പ്രഷർ ചെയ്ത് പിടിച്ചിട്ടാണ് ഈ സ്റ്റോണുകളെല്ലാം നിറയ്ക്കുന്നത്. ഉണ്ടോ, അത് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ വശത്ത് നിന്നാൽ കാണാൻ സാധിക്കുന്ന വർക്കുകൾ. ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എല്ലാം പണികളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ധാരാളം തന്നെ നാച്ചർ സ്റ്റോണുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 കണക്കിന് നാച്ചർ സ്റ്റോണാണ് റോഡ് മാർഗം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് പണികൾക്കായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഴിഞ്ഞം ഭാഗത്തേക്ക് വരുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളെ NH66 വരുന്നവർക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ലോറികളിലായിട്ട് സ്റ്റോണുകൾ. ദിനം പ്രതി 100-ൽ കൂടുതൽ ലോഡുകൾ വരുന്നത് നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ആ സ്റ്റോണുകളെല്ലാം ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ, അതായത് ബാർജിലോ സ്പ്ലിറ്റ് ബാർജിലോ നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിനും ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെയും പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റോൺ ഡംപ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. മാത്രമല്ല ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോർട്ടിൻ്റെ
ഉൾവശമാണ് നമ്മൾ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ E01 നമ്മൾ ഈ പറയും പോലെ ഈ കണ്ടെയ്നർ പിക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അതാ ഇപ്പോൾ അത് സംഭവിക്കും കണ്ടോ. ലോഡ് ടെസ്റ്റിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ എന്ത് വേണേൽ പറയാം, ഏത് രീതിയിൽ പറഞ്ഞാലും ഈ പറയുന്ന ടെസ്റ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് വളരെ ഹൈറ്റിലായിട്ടിരിക്കുന്ന കണ്ടെയ്നർ പിക്ക് ചെയ്ത് പൊസിഷൻ ചേഞ്ച് വരുത്തുന്നത് ഉണ്ടോ. ഇപ്പോൾ ഇതിങ്ങ് അറ്റത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഉണ്ടോ. ഇനി ഈ വശത്ത് ഇങ്ങനെ അവിടെ തൊട്ട് താഴെ ഒരു ലോറിയുണ്ട്. ലോറിയിലാക്കുമോ അതോ നേരിട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. ഇപ്പുറത്ത് അടുക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തും അതേപോലെ അടുക്കി വെക്കുകയാണ് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ റിമോട്ട് കൺട്രോളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇതെല്ലാം. റിമോട്ട് കൺട്രോൾ മീൻസ് ഒരു റൂമിനകത്ത് തന്നെ, കൺട്രോൾ റൂമിനകത്ത് തന്നെ ഇരുന്നതിന് നമുക്ക് ഈ പറയുന്ന യാർഡ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് ഷോർ ക്രെയിനിന് 3 യാർഡ് ക്രെയിനാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. 8 ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ആകുമ്പോൾ 24 യാർഡ് ക്രെയിൻ വേണം. അങ്ങനെ ആകെ 32 ക്രെയിനുകളാണ്, യാർഡ് ക്രെയിനും ഷിഫ്റ്റ് ഷോർ ക്രെയിനും ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തു നിന്നാൽ വളരെ ദൂരെയായിട്ട് നമ്മൾ കണ്ടപോലെ E01 എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടോ ലോഡ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് പറയാവുന്നുള്ള പോലെ കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും റീഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഉണ്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ട വ്യൂ ആണത്. അതായത് നമുക്ക് 3 കണ്ടെയ്നർ ഉണ്ട്. 20 ഫീറ്റിൻ്റെ കണ്ടെയ്നേഴ്സാണത് ഉണ്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നാച്ചുറൽ സ്റ്റോണിൻ്റെ മലയെന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തെല്ലാം സ്റ്റോണുകൾ വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണ് സ്റ്റോണുകൾ കൊണ്ടുപോയി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ പോയിട്ടുള്ളത് യാർഡിൻ്റെ എക്സ്റ്റൻഷൻ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, ബെർത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്റ്റോൺ പോയിട്ടുള്ളത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ടാണ് പോയിട്ടുള്ളത്. ഈ 3 ഭാഗത്തേക്കായിട്ടാണ് നാച്ചുറൽ സ്റ്റോൺ പോയിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ക്ലിപ്പിൽ നമ്മൾ കണ്ടതാണ് ഈ ഭാഗം എല്ലാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഹൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും എന്നൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇതാ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണുകൾ നിറച്ചുകൊണ്ടിരിക്കുന്ന വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ സ്പ്ലിറ്റ് ബാർജ് ഉണ്ടോ. സ്പ്ലിറ്റ് ബാർജിലും നിറയ്ക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ബാർജ് ഒരു വശം ചരിഞ്ഞ് നിൽക്കും പോലെ നമുക്ക് തോന്നും. കാരണം 2 ഭാഗത്തായിട്ടാണ് ഇത് സ്റ്റോണ് ഫില്ല് ചെയ്യുന്നത്. ഒരു വശത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പ്ലിറ്റ് ബാർജ് തിരിച്ച് നിർത്തി മറുവശത്ത് അങ്ങനെയാണ് 2 ഘട്ടങ്ങളായിട്ടാണ് കല്ല് നിറയ്ക്കുന്നത്. ഏതാണ്ട് 300-400 ലോറികളിലായിട്ട് സ്റ്റോണുകൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. ഇതുപോലെ ആക്രോപോഡ് ഈ സൈഡെല്ലാം ധാരാളമായി ഫില്ല് ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. എൻഡ് പോർഷൻ വരെ ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറികളെല്ലാം നിരനിരയായി പോകുന്നതും നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് ബെർത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്ന വിഷ്വലാണ് നമ്മളീ കാണുന്നത്. ഇവിടെ എല്ലാം ഫൈനർ വർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല 4 STS ക്രെയിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല സീരിയൽ നമ്പർ സഹിതം STS01, STS02, 3, 4 4 STS ക്രെയിന് നമ്മുടെ ബെർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ തന്നെയാണ് ഉള്ളത്. ഇതാണ് നമുക്ക് ഈ വിഷ്വലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.